നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സദൃശ്യവാക്യങ്ങൾ 24 അധ്യായം 3 വാക്യം. ജ്ഞാനത്താൽ ഭവനം പണിയപ്പെടുന്നു, വിവേകത്താൽ അത് സ്ഥിരപ്പെടുന്നു. ഏറ്റവും പ്രിയമുള്ളവരെ, ജ്ഞാനത്തെ പറ്റിയുള്ള ഒരുപാട് ആശയങ്ങൾ, ജ്ഞാനത്തെ പറ്റിയുള്ള ഒരുപാട് സന്ദേശങ്ങൾ ഒക്കെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വായിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. ജ്ഞാനമെന്നാൽ അത് അമൂല്യമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ദൈവത്തിൻ്റെ രാജകീയ സിംഹാസനത്തിൽ നിന്നും നമ്മിലേക്ക് ഒഴുകിയെത്തുന്ന കൃപയാണ് എന്നുള്ളതിന് പ്രത്യക്ഷമായിട്ടുള്ള തെളിവുകളും വിശുദ്ധ ഗ്രന്ഥം നിരത്തുന്നുണ്ട്. ജ്ഞാനത്താൽ പണിയപ്പെടുന്ന ഭവനം അത് സ്ഥിരമായിട്ട് എന്നും നിലനിൽക്കുന്നതായിരിക്കും എന്ന് അദൃശ്യമായിട്ടുള്ള ഒരു സന്ദേശം നമുക്ക് നൽകിക്കൊണ്ട് ഈ വചനം അവസാനിക്കുകയാണ്. ഇവിടെ നാം ജീവിതത്തിൽ നേടിയെടുക്കുന്ന ജ്ഞാനം അത് ദൈവകൃപയാലുള്ള ദൈവസന്നിധിയിൽ നിന്നുള്ള നന്മയുടെ ജ്ഞാനമാണെങ്കിൽ, ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ വിളക്കാകുന്ന ജ്ഞാനമാണെങ്കിൽ, അവിടെയൊക്കെയും തെളിയപ്പെടേണ്ട ആ ജ്ഞാനം എന്നേക്കും നിലനിൽക്കുമെന്നും അത് സ്ഥിരതയുള്ളതായിരിക്കുമെന്നുമാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ നിന്നും കൃപ കണ്ടെത്തി ആ ജ്ഞാനത്തെ ആർജിച്ചെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ലോകത്തിൻ്റെതായിട്ടുള്ള തൽപരത നിറഞ്ഞു നിൽക്കുന്ന ജ്ഞാനത്തിലേക്കല്ല, പിന്നെയോ ദൈവം നമുക്കായി വച്ചു നീട്ടുന്ന ജ്ഞാനത്തിലേക്ക് നമ്മുടെ കണ്ണുകളെയും കാതുകളെയും നമ്മുടെ ശ്രവണശേഷിയെയും ഒക്കെ നമുക്ക് തിരിക്കാം. അങ്ങനെ നാം തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ജ്ഞാനം നമ്മുടെ ഭവനങ്ങളെ, ജീവിതമാകുന്ന ഭവനങ്ങളെ ബലപ്പെടുത്തുകയും അതിനെ വിവേകത്താൽ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യും എന്നതിൽ സംശയമില്ല. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ ഒരിടത്ത് ഒരു കുഞ്ഞു വീട്. ആ വീട്ടിലാകട്ടെ അമ്മയും 2 ആൺമക്കളും താമസിച്ചിരുന്നു. അതിൽ മൂത്ത മകന് 9 വയസ്സ് മാത്രം പ്രായം. അപ്പൻ ഉപേക്ഷിച്ചു പോയ ഒരു കുടുംബം. അമ്മ രോഗിയാണ്. ഈ കുഞ്ഞ് എല്ലാ ദിവസവും തെരുവോരങ്ങളിലേക്ക് കടന്നു ചെന്ന് ഷൂ പോളിഷ് ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്നുമാണ് ജീവിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു വൈകുന്നേരം ഇവൻ ഷൂ പോളിഷ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഒരു വൈദികൻ അതുവഴി കടന്നു പോവുകയാണ്. ആ വൈദികനാകട്ടെ കടന്നുപോയ നിമിഷം തന്നെ ഇവൻ അദ്ദേഹത്തെ വിളിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: സാർ, താങ്കൾ ഇവിടേക്ക് വന്ന് നിന്ന് തരികയാണെങ്കിൽ താങ്കളുടെ ഷൂ മനോഹരമായിട്ട് ഞാൻ പോളിഷ് ചെയ്തു തരാം. താങ്കൾ എനിക്ക് 1 അണ തന്നാൽ മാത്രം മതിയാകും എന്നുള്ളത്. അപ്പോൾ ഈ വൈദികനാകട്ടെ ഒരു പുഞ്ചിരിയോടെ ഇവന്റെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട്. അദ്ദേഹം നിന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ദിവസം, ആ വൈകുന്നേരം ആ പുരോഹിതനിൽ നിന്നും 1 അണ അവന് പ്രതിഫലമായി ലഭിക്കുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ആ പുരോഹിതൻ അതുവഴി കടന്നു പോകുമ്പോൾ ആ ബാലനെ കാണുകയാണ്. അവൻ വീണ്ടും ഇതേ പല്ലവി ആവർത്തിക്കുന്നു: സാർ, താങ്കൾ എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ ആ ഷൂ പോളിഷ് ചെയ്ത് മനോഹരമാക്കി തരാം. 1 അണ മാത്രം നിങ്ങൾ എനിക്ക് നൽകിയാൽ മതി. കൗതുകത്തോടെ 2ാമത്തെ ദിവസവും ആ പുരോഹിതൻ അവൻ്റെ അടുത്തേക്ക് യാത്രയാവുകയാണ്. ഇനി തുടർന്ന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു ആകാംക്ഷ നിങ്ങളിലും ഉണ്ടായിരിക്കാം. അതേ ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് നമുക്ക് വചന സമീക്ഷയുടെ ഇന്നത്തെ 1ാമത്തെ കോളറിലേക്ക് പോയി വരാം. നമസ്കാരം. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ലീലാമ്മ. ആന്റി എവിടെ നിന്ന് വിളിക്കുന്നു? ശരി. ആന്റിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ. സന്തോഷമായിട്ടിരിക്കുന്നോ രണ്ടുപേരും? ഓക്കെ. അപ്പൊ ആന്റി, അറിയാലോ നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നമുക്ക് 1ാമത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ? ചോദ്യം ഇതാണ്: നിഷേധികളായ ജനം എങ്ങനെയുള്ളവർ ആയിരുന്നു? നിഷേധികളായ ജനങ്ങളോ? അതെ. അവരെ വഴിയിൽ നടക്കി മത്സരമുള്ളവരുമായിരുന്നു. എങ്ങനെ ആന്റി, ഒരിക്കൽ കൂടെ പറയാവോ? ആകാത്ത വഴിയിൽ നടക്കി മത്സരമുള്ളവരുമായിരുന്നു. ആ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ അതില് ബൈബിള് മാറുന്ന അനുസരിച്ച് ചില വേർഡിങ്സിൽ മാറ്റം ഉണ്ടാവേ. നമ്മുടെ ബൈബിൾ പ്രകാരമുള്ളത് സ്വന്തം വിചാരങ്ങൾ അനുസരിച്ച് തെറ്റായ വഴിയിലൂടെ നടക്കുന്നവർ. ആകാശ വിചാരങ്ങൾ അത് സെയിം തന്നെയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: എന്തു ഭക്ഷിച്ചാണ് ജനം യഹോവയെ പ്രകോപിപ്പിച്ചത്? ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: പന്നിയിറച്ചി. 2 ചോദ്യങ്ങള് സിമ്പിളായിട്ട് ഉത്തരം പറഞ്ഞു. ആ സ്ഥിതിക്ക് നമുക്കൊരു പാട്ട് വേണോ അതോ വചനം വേണോ? എന്താ ചെയ്യേണ്ടേ? ഞാൻ വചനം പറയാം, എനിക്ക് പാട്ട്. ഓക്കെ ആന്റി, എന്നാ ഒരു വചനം പറഞ്ഞോളൂ.
ദൈവം തന്റെ സ്നേഹത്താൽ നിർണയപ്പെട്ടവർക്ക് വിളിക്കപ്പെട്ട നിർമ്മക്കായി കൂടി ആദരിക്കുന്നു. ഉം. ദൈവം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ഉം. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലത് നന്മയ്ക്കായി കൂടി ആദരിക്കുന്നു. ഓക്കെ, അതിന്റെ റെഫറൻസ് അറിയാവോ? റോമർ 8:28. 8:28. ഓക്കെ, താങ്ക് യു. ഉം. ഓക്കെ, അപ്പൊ ആന്റി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോവാം. ചോദ്യം ഇതാണ്: ജനം യഹോവയുടെ മുഖത്ത് നോക്കി അവന്റെ കോപത്തെ ജ്വലിപ്പിച്ചത് എങ്ങനെയാണ്? ജനമോ? പിന്നെ നിന്നേക്കാൾ ശുദ്ധൻ എന്ന് പറഞ്ഞല്ലേ? ജ്വലിപ്പിച്ചതില് എന്തൊക്കെയോ ചെയ്തു, യഹോവയ്ക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തു. അവരെ കല്ലറകളിൽ കുത്തി ഇരിക്കുകയും പിന്നെ തോട്ടങ്ങളിൽ ബലി കഴിപ്പിക്കുകയും ഇഷ്ടയിൽ രൂപം കാണിക്കുകയും ഗുഹകളിൽ വ്യാപാരിക്കുകയും പന്നിറച്ചി തിന്നും പാത്രങ്ങൾ അറപ്പായ ചാറ് നിറയ്ക്കുകയും ചെയ്യും. അത് തന്നെയാണ് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: അവർ തോട്ടങ്ങളിൽ ബലിയർപ്പിച്ചും ഇഷ്ടികമേൽ ധൂപം കാട്ടിയും. അപ്പൊ 3 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. ലാസ്റ്റത്തെ ചോദ്യം ചോദിക്കുവാണേ. ചോദ്യം ഇതാണ്: ഇസ്രായേൽ അവരുടെ ധാർമ്മികത മറ്റുള്ളവരുമായി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ നിന്നേക്കാൾ ശുദ്ധൻ എന്ന് പറയും. അതെ, അതിന് മുന്നേ എന്തെങ്കിലും ഉണ്ടോ? ചെറിയ 2 കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. നിങ്ങൾ മാറി നിൽക്കുക, ഇങ്ങോട്ട് അടുക്കരുത്, ഞാൻ നിന്നേക്കാൾ ശുദ്ധൻ എന്ന് പറയും. ഇപ്പൊ പെർഫെക്റ്റ് ആൻസർ ആയിട്ടുണ്ട്. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: മാറി നിൽക്കുക, എന്നോട് അടുക്കരുത്, ഞാൻ നിന്നേക്കാൾ ശുദ്ധനാകുന്നു. ഇപ്പോ സന്തോഷായില്ലേ? 4 ചോദ്യങ്ങളിൽ ശരി ഉത്തരം പറഞ്ഞു. ഓക്കെ ആന്റി, അപ്പൊ ഇനിയും വിളിക്കാം കേട്ടോ വചന സമീക്ഷയിലേക്ക്. ഓക്കെ ആന്റി, താങ്ക് യു സോ മച്ച്. ലീലാമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. വളരെ സ്ഫുടമായിട്ട് ഉത്തരം നൽകി ആന്റി എല്ലാ ചോദ്യങ്ങൾക്കും. ആന്റിക്കും ആന്റിയുടെ ഒപ്പമുള്ള അങ്കിളിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ചൊരിയട്ടെ. നമുക്ക് നമ്മുടെ കഥയിലേക്ക് തന്നെ മടങ്ങി വരാം. 2ാമത്തെ ദിവസവും ഈ കുഞ്ഞിന്റെ അടുക്കിലേക്ക് ഈ പുരോഹിതൻ നടന്നു നീങ്ങുന്നുണ്ട്. അവൻ 2ാമത്തെ ദിവസവും ഇദ്ദേഹത്തിന്റെ ഷൂ പോളിഷ് ചെയ്ത് മനോഹരമാക്കി കൊടുക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം അവന് 1 അണ നൽകുന്നുണ്ട് അവന്റെ പ്രതിഫലമായിട്ട്. അതവൻ സന്തോഷത്തോടെ വാങ്ങിച്ചു വെക്കുന്നു. അന്നും വൈകിട്ട് അവൻ വീട്ടിലേക്ക് പോകുന്നു. അമ്മയ്ക്കും അനിയനും ഒക്കെയുള്ള ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നു. വീണ്ടും പഴയതുപോലെ തന്നെ അവൻ ജോലിക്ക് ഇറങ്ങുകയാണ് പിറ്റേന്ന് രാവിലെ. എന്നാൽ ഈ വൈദികനാകട്ടെ അവനെ കാണുവാനായി വേണ്ടി മാത്രം ആ തെരുവിലൂടെ പിന്നീട് നടക്കാൻ തുടങ്ങി. അദ്ദേഹം അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാവരിൽ നിന്നും 1 രൂപ അല്ലെങ്കിൽ 1 തുട്ട് നാണയം തന്നെയാണ് ആ കുഞ്ഞ് വാങ്ങുന്നത്. എന്നാലാകട്ടെ അവന്റെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന അവനേക്കാൾ പ്രായമുള്ള മനുഷ്യരാകട്ടെ, ഇവന്റെ അതേ ജോലി ചെയ്യുന്നവരാകട്ടെ 2 രൂപയും 3 രൂപയും ഒക്കെ വാങ്ങിക്കുന്നുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും എല്ലാ ദിവസവും പിന്നീട് ആ പയ്യനെ കാണുവാൻ അല്ലെങ്കിൽ ആ ബാലനെ കാണുവാൻ മാത്രമായിട്ട് ആ പുരോഹിതൻ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ പതിയെ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. മറ്റുള്ള കടകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നും തിരക്ക് മാറി ഇവന്റെ അടുക്കിലേക്ക് തിരക്ക് കൂടുകയാണ്. കാരണം ഇത് തന്നെയാണ്: 1 ജോഡി ഷൂ പോളിഷ് ചെയ്യുമ്പോൾ അവൻ 1 നാണയം മാത്രമേ വാങ്ങുന്നുള്ളൂ. അവന്റെ അടുത്തുള്ളവരാകട്ടെ ഇരട്ടി പ്രതിഫലവും വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നീട് അവന്റെ ഈ ഒരു സ്വഭാവം തന്നെ അവനിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുകയും ആ ഒരു വിലക്കുറവിലേക്ക് എല്ലാവരും ആകൃഷ്ടരാവുകയും ചെയ്യുകയാണ്. പുരോഹിതനും ഇത് കണ്ട് സന്തോഷമാകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പുരോഹിതൻ തീരുമാനിക്കുകയാണ് ഇവനെ ഒന്ന് പരീക്ഷിക്കണം. ഇവൻ ഒരു പക്ഷേ ഇവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ അധ്വാനിക്കുന്നത്. എന്നിരുന്നാലും ഇത്രയും വില കുറഞ്ഞ് ഇത്രയും മനസുഖത്തോടുകൂടി സന്തോഷത്തോടുകൂടി തന്നെ മറ്റുള്ളവർക്ക് ഈ ഒരു ജോലി ചെയ്തു കൊടുക്കുവാനുള്ള ആ ഒരു ശക്തിയുടെ സ്രോതസ് എവിടെ നിന്നാണെന്ന് അറിയണം എന്ന ഉദ്ദേശത്തോടു കൂടി പുരോഹിതൻ അവനെ സമീപിക്കുകയാണ്. തുടർന്ന് എന്തായിരിക്കും എന്നുള്ള കഥയിലേക്ക് നമുക്ക് മടങ്ങാം. അതിനു മുൻപായി നമ്മുടെ വചന സമീക്ഷയുടെ ഇന്നത്തെ 2ാമത്തെ കോളറിലേക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? കോട്ടയത്ത് നിന്ന് മറിയാമ്മ. ആന്റി, വീട്ടിലാരൊക്കെയുണ്ട്? ഞാനും അപ്പച്ചനും. ഓക്കെ, അപ്പച്ചൻ സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യം ചോദ്യങ്ങളിലേക്ക് കയറിയാലോ? ആദ്യത്തെ ചോദ്യം ഇതാണ്: ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നെ സ്തുതിച്ചു പോന്നിരുന്നതായ ആലയം എങ്ങനെയുള്ളതായിരുന്നു?
വിശുദ്ധിയും ഭംഗിയും ഉള്ളതായിരുന്നു. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കയറുവാണേ. ചോദ്യം ഇതാണ്: ആലയം അഗ്നിക്കിരയായും രമ്യ സ്ഥലങ്ങളൊക്കെയും ശൂന്യമായും കിടക്കുമ്പോൾ അവർ യഹോവയോട് ചോദിക്കുന്നത് എന്താണ്? ഞങ്ങളുടെ പിതാക്കന്മാർ പോന്നിരുന്നു. ചോദ്യം ആന്റി ഒന്ന് ശ്രദ്ധിച്ചേ. ആലയം അഗ്നിക്കിരയാക്കിയും രമ്യസ്ഥലങ്ങളൊക്കെയും ശൂന്യമായും കിടക്കുമ്പോൾ അവർ യഹോവയോട് ചോദിക്കുന്നത് എന്താണ്? ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ തിരിച്ചു പോന്നിരുന്നായി വിശുദ്ധിയും ഭംഗിയുമുള്ള ഞങ്ങളുടെ ആലയം ഈ കിരയായി തീർന്നു. ബാക്കി ഞങ്ങൾക്ക് മനോഹരമായി ശൂന്യമായി കിടക്കുന്നു. യഹോവയെ നീതി ആന്റി ഉറക്കെ ഒന്ന് പറയൂ. അത് യഹോവയെ നീ ഇത് കണ്ട് മൗനമായിരിക്കരുത്. നീ മിണ്ടാതിരുന്ന് ഞങ്ങളെ അതികഠിനമായി ക്ലേശിപ്പിക്കുമോ? അതാണ് ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഉത്തരം ഇങ്ങനെയാണ്. നീ അതൊരു ചോദ്യമാണ് അല്ലെ, യഹോവയോട് അവർ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ചോദ്യത്തിന്റെ ഭാഷയിൽ ഇങ്ങനെയാണ്: നീ ഇത് കണ്ട് അടങ്ങിയിരിക്കുമോ? നീ മൗനമായിരുന്ന് ഞങ്ങളെ അതികഠിനമായി ക്ലേശിപ്പിക്കുമോ? ഓക്കെ, അപ്പൊ 2 ചോദ്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോ ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? പാട്ട് പാടുന്നോ, അതോ വചനം പറയുന്നോ, അതോ ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒരാളെ കുറിച്ച് പറയുന്നോ? പാട്ട് പാടാം. ഓക്കെ, പാടിക്കോളൂ ആന്റി. ദൈവമാകുന്നു അതിരാവിലെ ഞാൻ ഉണങ്ങി വരണ്ട വെള്ളമില്ല ദേശത്ത് എന്നുള്ള നിനക്കായി ദാഹിക്കുന്നു. എന്റെ നിനക്കായി കാണിക്കുന്നു. ദൈവമേ ദൈവമാകുന്നു അതിരാവിലെ ഞാൻ തേടിടുന്നു. ഓക്കെ ആന്റി, നന്നായിട്ട് പാടി കേട്ടോ. ഇത് നമ്മുടെ സാറിന്റെ പാട്ട് കൂടിയാ. അതെ, അങ്ങനെ കേട്ട് പഠിച്ചതാണോ? അങ്ങനെ കേട്ട് പഠിക്കുക. ഓക്കെ, സന്തോഷം കേട്ടോ. അങ്ങനെ ഇനിയും കേട്ട് പഠിക്കുക പാട്ടുകളൊക്കെ, എന്നിട്ട് പാടുക. നമ്മളെ വിളിക്കുക, വചന സമീക്ഷയിലേക്ക് വിളിക്കുക, പാടുക. ഞാൻ ഒത്തിരി പാട്ട് പഠിച്ചു. ഓക്കെ ഓക്കെ, സന്തോഷം ആന്റി അത് കേൾക്കുമ്പോ. ഓക്കെ, അപ്പൊ നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: യഹോവ തന്നെ താൻ വെളിപ്പെടുത്തിയത് ആരുടെ മുൻപിലാണ്? ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: തന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനതയോട്. ബൈബിളിലെ മാറ്റം, അത് കുഴപ്പമില്ല. ഇനി അവസാനത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ഓക്കെ, ചോദ്യം ഇതാണ്: ആരുടെ നേരെയാണ് യഹോവ ദിവസം മുഴുവനും കൈ നീട്ടിയിരിക്കുന്നത്? സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന അക്ഷതമുള്ള ജനത്തിലേക്ക് കൈ നീട്ടുന്നു. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ എല്ലാ ഉത്തരങ്ങളും തന്നു. അപ്പൊ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: നിഷേധികളായ ജനത്തിന് നേരെ. അപ്പൊ 4 ചോദ്യങ്ങൾക്കും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നൽകി ഒരു പാട്ടൊക്കെ പാടി ഭയങ്കര കളർഫുൾ ആക്കി. അപ്പൊ ആന്റി ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കുക കേട്ടോ. ഓക്കെ, സന്തോഷം. ഞങ്ങളും പ്രാർത്ഥിച്ചോളാം ആന്റിക്ക് വേണ്ടിയിട്ടും മംഗളിന് വേണ്ടിയിട്ടൊക്കെ. ഓക്കെ, ശരി ആന്റി, താങ്ക് യു സോ മച്ച്. അപ്പോൾ മറിയാമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും സന്തോഷത്തോടു കൂടി ഭയങ്കര ആക്റ്റീവായിട്ട് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. നന്നായിട്ടൊരു പാട്ട് പാടി. പ്രത്യേകിച്ച് നമ്മുടെ മാത്യൂസ് വർഗീസ് സാറിൻ്റെ സോങ് കൂടിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം കൂടിയായിരുന്നു. അത് കേട്ട് പഠിച്ച് പാടിയ ഒരു പാട്ട് കൂടിയാണ് ആൻറ്റി. അപ്പോൾ അതിലൊത്തിരി സന്തോഷം. ആൻറ്റിക്കും കുടുംബത്തിനും ഒക്കെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. ഈ ഒരു വൈദികൻ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പരീക്ഷണാർത്ഥം ചെന്ന് ചോദിക്കുകയാണ്: നീ എല്ലാ ദിവസവും ഒരു ഷൂ പോളിഷ് ചെയ്യുമ്പോൾ നിനക്ക് 1 നാണയമാണ് കിട്ടുന്നത്. ഇന്ന് നീ എനിക്ക് മനോഹരമായിട്ട്, വളരെ മനോഹരമായിട്ട് നീ എനിക്ക് പോളിഷ് ചെയ്ത് തരികയാണെങ്കിൽ ഞാൻ നിനക്ക് 4 നാണയം തരാം, 4 അണ ഞാൻ നിനക്ക് നൽകാം എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ബാലനാകട്ടെ ഒരു പുഞ്ചിരിയോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്: എനിക്ക് 4 അണയൊന്നും വേണ്ട, എനിക്ക് ഒരു ഷൂ പോളിഷ് ചെയ്യുമ്പോൾ 1 അണ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഈ വൈദികൻ വീണ്ടും തിരിച്ച് പറയുന്നുണ്ട്: നീ ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു തന്നാൽ നിനക്ക് ഒരു സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഒരു തവണ നീ ചെയ്യുമ്പോൾ നിനക്ക് 4 നാണയമാണ് ഞാൻ നൽകാമെന്ന് പറയുന്നത്.
അപ്പോൾ അവൻ്റെ ഉത്തരം അദ്ദേഹത്തെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. അവൻ പറയുകയാണ്, ഞാൻ എല്ലാവർക്കും മനോഹരമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. എനിക്ക് 1 രൂപയ്ക്കെന്നോ 4 രൂപയ്ക്കെന്നോ അല്ലെങ്കിൽ 6 രൂപയ്ക്കെന്നോ അങ്ങനെയൊന്നും ഒരു കണക്കില്ല. ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നതിൽ ഏറ്റവും മനോഹരമായിട്ടാണ് ഓരോ ഷൂവും പോളിഷ് ചെയ്യുന്നത്. അതിന് എനിക്ക് 1 അണ തന്നെ ധാരാളമാണ്. അത് മാത്രം മതി എൻ്റെ കൂലിയായിട്ട്. അതിന് 4 അണ ഒരിക്കലും ഞാൻ വാങ്ങുകയില്ല. എന്നാൽ ഇത് കേട്ട് പുരോഹിതൻ ആശ്ചര്യപ്പെട്ടുകൊണ്ട് അവനോടൊപ്പം ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് കുറച്ച് സമയങ്ങൾ ചിലവഴിക്കുകയാണ്. ദിവസങ്ങൾ കഴിയുമ്പോൾ നല്ല സുഹൃത്തുക്കളായി അവർ മാറുന്നു. അവൻ്റെ പഠന ചിലവ് അദ്ദേഹം ഏറ്റെടുക്കുന്നു. അവൻ്റെ കുടുംബത്തെ അതിനുള്ള അന്നത്തിനുള്ള വകയ്ക്ക് അദ്ദേഹം കാരണഹേതുവുമാകുന്നു. പ്രിയമുള്ളവരെ, ഈ കഥ നമ്മുടെ ജീവിതവുമായിട്ട് എങ്ങനെ കൂട്ടി വായിക്കാം എന്നതിലേക്ക് വരുന്നതിന് മുൻപായി നമ്മുടെ മൂന്നാമത്തെ ഇന്നത്തെ അവസാനത്തെ കോളറിലേക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് അഞ്ജു എന്നാണ്. അഞ്ജു, എവിടെ നിന്ന് വിളിക്കുന്നു? നെടുമങ്ങാട്. നെടുമങ്ങാട്. ഓക്കെ. വർക്ക് ചെയ്യുവാണോ? എന്ത് ചെയ്യുവാ? ഞാൻ ആദ്യം വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പം രണ്ടാമതൊരു കുഞ്ഞായി. അപ്പൊ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ വീട്ടിലാണ്. ഓക്കെ. അപ്പൊ ചേച്ചി വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ് വർക്ക് ഇപ്പൊ വീട്ടിലില്ല. ഓക്കെ ഓക്കെ മക്കളുണ്ട് 2 പേര്. ഓക്കെ. അപ്പൊ ചേച്ചി അറിയാലോ, നമ്മുടെ വചന സമീക്ഷയിൽ 4 ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ? ചോദ്യം ഇതാണ്: ഇവരോട് യഹോവ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? നഗരത്തിൽ നിന്നും മന്ദിരത്തിൽ നിന്നും യഹോവയുടെ നാദം കേൾപ്പിച്ച് അങ്ങനെയാണ് തന്റെ ശത്രുക്കളോട് പ്രതികരിക്കുന്നത്. ഓക്കെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: നഗരത്തിൽ നിന്നും മന്ദിരത്തിൽ നിന്നും യഹോവയുടെ നാദം കേൾപ്പിച്ച് തന്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ ഓക്കെ. ചോദ്യം ഇതാണ്: യെരൂശലേമിനെ സ്നേഹിക്കുന്ന എല്ലാവരോടും അവളെ ചൊല്ലി വിലപിക്കുന്ന എല്ലാവരോടും യഹോവ അരുളി ചെയ്യുന്നത് എന്താണ്? അവളോട് കൂടി സന്തോഷിക്കുവിൻ, അത്യന്തം സന്തോഷിക്കുവിൻ. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: അവളോട് കൂടെ സന്തോഷിക്കുവിൻ, അത്യന്തം ആനന്ദിക്കുവിൻ. അപ്പോ 2 ചോദ്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. സന്തോഷമായില്ലേ? ഓക്കെ, സന്തോഷായി. അപ്പൊ അതേ സന്തോഷം നിലനിർത്തിക്കൊണ്ട് ഞാൻ 2 ഓപ്ഷൻസ് വെക്കും. അതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. ഓക്കെ. പാട്ട് പാടുന്നോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്? അതൊരു വചനം പങ്കുവെക്കുന്നോ? ഞാൻ വചനം പങ്കുവെക്കാം. ഓക്കെ, പറഞ്ഞോളൂ. 2 തിമോഥെയോസ് 2:3 യേശുക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. ഇതുപോലെ കഷ്ടപ്പാടൊക്കെ സഹിച്ചിട്ടുണ്ടോ ജീവിതത്തില്? പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് അല്ലേ? അതെ. ഓക്കെ. അപ്പം ഇനിയും ദൈവകൃപയാല് കഷ്ടപ്പാടുകൾ വന്നാലും അതിനെല്ലാം അതിജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ ചേച്ചി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് കുടിക്കുവാൻ വേണ്ടി യഹോവ നദി പോലെ യെരൂശലേമിലേക്ക് ഒഴുക്കുന്നത് എന്താണ്? സമാധാനം. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം താങ്ക് യു. ഇങ്ങനെയാണ്: സമാധാനം. സമാധാനം ജീവിതത്തിലും പുഴ പോലെ ഒഴുകട്ടെ. ഓക്കെ, താങ്ക് യു. നാലാമത്തെ ചോദ്യത്തിലേക്ക്, അവസാനത്തെ ചോദ്യത്തിലേക്ക് കയറുവാണേ നമ്മള്. ചോദ്യം ഇതാണ്: കവിഞ്ഞൊഴുകുന്ന തോട് പോലെ യഹോവ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? ജനതകളുടെ മഹത്വം. സംശയമൊന്നുമില്ല? ഇല്ല. ലോക്ക് ചെയ്യുവാണേ. ഓക്കെ, എന്തായാലും ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: ജനതകളുടെ മഹത്വം. അപ്പൊ ചേച്ചി 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട് കേട്ടോ. വലിയൊരു കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, താങ്ക് യു. ഒപ്പം വചനവും പങ്കുവച്ചു. അപ്പൊ ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. നെടുമങ്ങാട് നിന്നുള്ള അഞ്ജു ചേച്ചി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ചേച്ചിക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നല്ലൊരു കുടുംബജീവിതമൊക്കെ ഉണ്ടാവട്ടെ. ഒരു കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഈശോ തരട്ടെ. നമുക്ക് നമ്മുടെ കഥയുടെ അന്ത്യത്തിലേക്ക്, ഒരു സന്ദേശത്തിലേക്കൊക്കെ നമ്മൾ എത്തി നിൽപ്പുണ്ടായിരുന്നു. അതിലേക്ക് തന്നെ മടങ്ങി വരാം. ഏറ്റവും പ്രിയമുള്ളവരെ, ഇവിടെ ആ കുഞ്ഞു നൽകുന്ന ഉത്തരം എത്ര മനോഹരമാണ് അല്ലെ? നമ്മളിൽ പലർക്കും പറയാനാകാതെ പോകുന്ന ഒരു ഉത്തരം. പലപ്പോഴും സമ്പത്തിന്റെ പിറകെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും സമ്പത്ത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജോലിയിലും ഉന്നത സ്ഥാനങ്ങളിലും ഒക്കെ ആയിരിക്കുമ്പോഴും അവിടെയൊക്കെയും തന്നെ താഴ്ത്തുവാൻ, എളിമയുള്ളവരായിരിക്കുവാൻ,
നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈശോ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വലിയവരാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം, എല്ലാവരെയും സ്നേഹിക്കുന്നവനായിരിക്കണം, എല്ലാവരിലും താഴെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവനായിരിക്കണം. ആ കുഞ്ഞ് അത്രത്തോളം താഴുമ്പോൾ, ഭൂമിയോളം താഴുമ്പോൾ, ഒരു പുരോഹിതന്, ആടുകളുടെ നല്ലിടയനായ ഒരു വൈദികന് പോലും മനസ്സിലേക്ക് ചാഞ്ചല്യം സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹവും മാറി ചിന്തിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സാധാരണ മനുഷ്യരായ നമുക്ക് എത്രത്തോളം താഴാൻ സാധിക്കുമോ അത്രത്തോളം താഴാനുള്ള അവസരങ്ങൾ നാം നിഷേധിക്കരുത്. അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ആ വൈദികൻ ചിന്തിച്ചതുപോലെ മാറി ചിന്തിക്കുവാൻ, തന്നെ താഴ്ത്തുവാൻ, താഴ്മയുള്ളവരായിരിക്കുവാൻ, എളിമയുള്ളവരായിരിക്കുവാൻ, വിധേയത്വമുള്ളവരായിരിക്കുവാൻ, കരുണയുള്ളവരായിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ കഥ നമ്മളെ സഹായിക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.